അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേരള ജോഗ്രഫിയിലെ കേരളത്തിലെ കാലാവസ്ഥകൾ എന്ന ടോപ്പിക്കാണ് നോക്കുന്നത്. നമ്മളെടുക്കുന്ന എല്ലാ ടോപ്പിക്കിൻ്റെയും ഫ്രീ PDF ടെലഗ്രാം ചാനലിലൂടെ ലഭ്യമാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം നമുക്ക് നേരെ ഏതായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പറയുന്നു, മൺസൂണിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? അത് നമ്മുടെ സ്വന്തം കേരളമാണ്. ഓക്കെ, മൺസൂണിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ഇന്ത്യയിൽ ആദ്യം മൺസൂൺ എത്തുന്നിടമാണ് കേരളം. അതുകൊണ്ടാണ് ഈ പേര് ലഭിച്ചത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യമായി മൺസൂൺ വരുന്ന സംസ്ഥാനം കേരളം ആയതുകൊണ്ട് അതുകൊണ്ടാണ് മൺസൂണിൻ്റെ കവാടം എന്ന് കേരളത്തിനെ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ഇനി പറയുന്നു, മൺസൂൺ എന്ന പദം ഊരുതിരിഞ്ഞത് അറബി ഭാഷയിലെ മൗസിം എന്ന വാക്കിൽ നിന്നാണ്. ഓക്കെ, മൺസൂൺ എന്ന പദം ഊരുതിരിഞ്ഞത് എവിടെ നിന്നാണ്? അറബി ഭാഷയിലെ മൗസിം. ഓക്കെ, മൗസിം എന്ന വാക്കിൽ നിന്നാണ് മൺസൂൺ എന്നത് വന്നത്. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അറബി ഭാഷയിലെ മൗസിം എന്ന വാക്കിൽ നിന്നാണ് മൺസൂൺ എന്നത് വന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പറയുന്നു, കേരളം ഉൾപ്പെടുന്ന കാലാവസ്ഥ മേഖല ഏതാണ്? കേരളം ഉൾപ്പെടുന്ന കാലാവസ്ഥ മേഖലയാണ് ഉഷ്ണമേഖലാ കാലാവസ്ഥ അഥവാ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് സോൺ. ഓക്കെ, അപ്പം ഉഷ്ണമേഖലാ കാലാവസ്ഥ അഥവാ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് സോണിലാണ് കേരളം ഉൾപ്പെടുന്നത്. കേരളം ഈ കാലാവസ്ഥാ മേഖലയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഏത് കാലാവസ്ഥ മേഖല? ഉഷ്ണമേഖലാ കാലാവസ്ഥ മേഖല അഥവാ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് സോൺ. ഓക്കെ, കേരളത്തിലെ ശരാശരി വാർഷിക മഴപാതം എത്രയാണ്? ഓക്കെ, അതായത് ഒരു വർഷം കേരളത്തിൽ ലഭിക്കുന്ന മഴ എത്രയാണ്? ഏകദേശം 300 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഏകദേശം 300 സെൻറ്റിമീറ്റർ ആണ്. ഇനി പറയുന്നു, മൺസൂണിന് മുമ്പുള്ള വേനൽ മഴ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? മാംഗോ ഷവർ എന്നാണ്. ഓക്കെ, മാംഗോ ഷവർ എന്നാണ് മൺസൂണിന് മുമ്പുള്ള വേനൽ മഴ അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഇത് മാംഗോ ഷവർ എന്നറിയപ്പെടാൻ കാരണം വേനലിൽ കായ്ക്കുന്ന മാങ്ങകൾ ഇടിയോടെ വീഴുന്നതിനാലാണ് ഈ പേര് ലഭിച്ചത്. ഓക്കെ, വേനലിലാണല്ലോ മാങ്ങ കായ്ക്കുന്നത്, നമുക്കറിയാം. നമ്മുടെയൊക്കെ വെക്കേഷൻ സമയത്താണ് മാങ്ങയൊക്കെ കായ്ക്കുന്നത്. ഓക്കെ, അപ്പം ഈ സമയത്ത് ഇടിയോട് വീഴുന്നതിനാൽ മാങ്ങ ഇടിയോടെ വീഴുന്നതിനാലാണ് മാംഗോ ഷവർ എന്ന പേര് ലഭിച്ചത്. അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് ഒന്നുകൂടെ നോക്കാം. മൺസൂണിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ആദ്യം മൺസൂൺ എത്തുന്നിടമാണ് കേരളം. അതുകൊണ്ടാണ് മൺസൂണിൻ്റെ കവാടം എന്ന് കേരളത്തിന് ഈ പേര് ലഭിച്ചത്. പിന്നെ നമ്മൾ പറഞ്ഞു, മൺസൂൺ എന്ന പദം ഊരുതിരിഞ്ഞത് അറബി ഭാഷയിൽ നിന്നാണ്. അറബി ഭാഷയിലെ മൗസിം എന്ന വാക്കിൽ നിന്നാണ് മൺസൂൺ എന്നത് വന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു, കേരളം ഉൾപ്പെടുന്ന കാലാവസ്ഥ മേഖല ഏതാന്ന് പറഞ്ഞു. ഏതാണ്? ഉഷ്ണമേഖല കാലാവസ്ഥയാണ് അഥവാ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് സോണാണ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? കേരളത്തിലെ ശരാശരി വാർഷിക മഴപാതം അഥവാ ഒരു വർഷത്തിൽ കേരളത്തിൽ ലഭിക്കുന്ന മഴ എത്രയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. എത്രയാണ്? ഏകദേശം 300 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഏകദേശം 300 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു, മൺസൂണിന് മുമ്പുള്ള വേനൽ മഴ അറിയപ്പെടുന്നത് എന്താണ്? മാംഗോ ഷവർ എന്നാണ്. ഓക്കെ, മാംഗോ ഷവർ. ഓക്കെ, അപ്പോൾ വേനലിൽ കായ്ക്കുന്ന മാങ്ങകൾ ഇടിയോടെ വീഴുന്നതിനാലാണ് മാംഗോ ഷവർ എന്ന പേര് ലഭിച്ചത്. ഓക്കെ, ഇനി പറയുന്നു, കേരളത്തിലെ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം എവിടെയാണ്? നിലവിൽ തിരുവനന്തപുരത്താണ്. ഓക്കെ, തിരുവനന്തപുരത്താണ് കേരളത്തിലെ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം ഉള്ളത്. ഓക്കെ, ഇനി പറയുന്നു, ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ഏതാണ്? ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം അത് ജൂൺ അല്ല കേട്ടോ, ജൂലൈ ആണ്. അത് എനിക്ക് പറ്റിയ പേശാണ്. ഓക്കെ, ജൂൺ അല്ല, ജൂലൈ ആണ്. ഓക്കെ, അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ജൂലൈ ആണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം, കേരളത്തിലെ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം നിലവിൽ തിരുവനന്തപുരത്താണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ജൂലൈ ആണ്. ഓക്കെ, ജൂലൈ. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം പറഞ്ഞ സ്ഥിതിക്ക് ഏറ്റവും കുറഞ്ഞ മഴ ലഭിക്കുന്ന മാസം കൂടി നമുക്ക് പറയണ്ടേ? ഏതാണ് ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസം? അതാണ് ജനുവരി. ഓക്കെ, ജനുവരി. അപ്പോൾ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസമാണ് ജനുവരി. ഇനി പറയുന്നു, ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ഏതാണ്? കോഴിക്കോട് ജില്ല. ഓക്കെ, കോഴിക്കോട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. അങ്ങനെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല ഏതാണ്? തലസ്ഥാനം. എവിടെ? തിരുവനന്തപുരം. ഓക്കെ, ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ലയാണ് തിരുവനന്തപുരം. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോടും ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരവുമാണ്. അങ്ങനെയെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ എന്ത് പറയും?
അത് നേര്യമംഗലമാണ്, എറണാകുളം ജില്ലയിലാണ് അത്. ഓക്കെ, അപ്പോൾ എറണാകുളം ജില്ലയിലെ നേര്യമംഗലം എന്ന പ്രദേശത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല നമ്മൾ പറഞ്ഞു കോഴിക്കോട് എന്ന് പറഞ്ഞ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമുള്ളത് എറണാകുളം ജില്ലയിലെ നേര്യമംഗലത്താണ്. ഓക്കെ, എറണാകുളം ജില്ലയിലെ നേര്യമംഗലം. അപ്പം ഈ പേജ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. കേരളത്തിലെ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം എവിടെയാണ്? നിലവിൽ തിരുവനന്തപുരത്താണ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ജൂൺ അല്ല ജൂലൈ ആണ്. ഓക്കെ, ജൂൺ അല്ല ജൂലൈ ആണ്. ഓക്കെ, ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസം ഏതാണ്? ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസം ജനുവരിയാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയാണ്. ഓക്കെ, കോഴിക്കോട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മഴ. അങ്ങനെയെങ്കിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല ഏതാണ്? ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല അത് തിരുവനന്തപുരം ജില്ലയാണ്. ഓക്കെ, തിരുവനന്തപുരം ജില്ല. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നേര്യമംഗലമാണ്, എറണാകുളം ജില്ലയിലാണ് ആ സ്ഥലം. ഓക്കെ, ഇനി പറയുന്നു കേരളത്തിലെ ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? കൂടുതൽ ലഭിക്കുന്ന നേര്യമംഗലം എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിന്നാറാണ്. ഓക്കെ, ചിന്നാർ, അത് ഇടുക്കി ജില്ലയിലാണ്. ഓക്കെ, അപ്പം കേരളത്തിലെ ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന പ്രദേശമാണ് ചിന്നാർ, ഇടുക്കി ജില്ലയിലാണ്. ഈ ചിന്നാർ അറിയപ്പെടുന്നത് കേരളത്തിൻ്റെ മഴനിഴൽ പ്രദേശം എന്നാണ്. ഓക്കെ, കേരളത്തിൻ്റെ മഴനിഴൽ പ്രദേശം എന്നാണ്. എന്തുകൊണ്ടാണ്? കാരണം ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ആയതുകൊണ്ടാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശമാണ് ചിന്നാർ, അത് ഇടുക്കി ജില്ലയിലാണ്. ഇത് അറിയപ്പെടുന്നത് കേരളത്തിൻ്റെ മഴനിഴൽ പ്രദേശം എന്നാണ്. ഇനി പറയുന്നു കേരളത്തിൻ്റെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്നത് ലക്കിടിയാണ്. ഓക്കെ, ലക്കിടി, കേരളത്തിൻ്റെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ലക്കിടി. ഏറെ മഴ ലഭിക്കുന്ന പ്രകൃതി സൗന്ദര്യമുള്ളൊരു പ്രദേശമാണ് ഈ ലക്കിടി. ഓക്കെ, അപ്പോൾ കേരളത്തിൻ്റെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ലക്കിടി. ലക്കിടിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഏറെ മഴ ലഭിക്കുന്നതും അതുപോലെ തന്നെ പ്രകൃതി സൗന്ദര്യമുള്ള ഒരു പ്രദേശം കൂടിയാണ് ലക്കിടി. ഓക്കെ, ഇനി പറയുന്നു കേരളത്തിൽ ഏറ്റവും ചൂട് കൂടിയ ജില്ല ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം പാലക്കാട് ജില്ല. ഓക്കെ, പാലക്കാടാണ്. എന്നാൽ കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ പുനലൂരാണ്. ഓക്കെ, കൊല്ലം ജില്ലയിലെ പുനലൂരാണ് കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ പ്രദേശം. ചൂട് കൂടിയ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാട്, ചൂട് കൂടിയ പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ പുനലൂരാണ്. ഓക്കെ, പുനലൂർ. ഇനി പറയുന്നു ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന ചുരങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഏത് ചുരം? പാലക്കാട് ചുരം. ഓക്കെ, ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന ചുരങ്ങളിൽ ഒന്നാണ് പാലക്കാട് ചുരം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ പാലക്കാട് ചുരമാണ് ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന ചുരങ്ങളിൽ ഒന്ന്. വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. അപ്പോൾ ഈ പേജ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഈ പേജ് ഒന്നുകൂടെ നോക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് പാലക്കാട് ചുരവും ആര്യങ്കാവ് ചുരവും വഴി കേരളത്തിലേക്ക് കയറുന്ന ഒരു കാറ്റാണ് എന്ത്? വേനൽക്കാലത്ത് ഒരു വരണ്ട കാറ്റടിക്കും. ഓക്കെ, വരണ്ട കാറ്റ്. ഈ വേനൽക്കാലത്ത് വരണ്ട കാറ്റ് വരുന്നത് തമിഴ്നാട്ടിൽ നിന്നുമാണ് ഈ വരണ്ട കാറ്റ് വരുന്നത്. ഓക്കെ, അത് എതിലൂടെയാണ് വരുന്നത്? പാലക്കാട് ചുരവും ആര്യങ്കാവ് ചുരവും വഴിയാണ് കേരളത്തിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോൾ വേനൽക്കാലത്ത് വരണ്ട കാറ്റ് കേരളത്തിലേക്ക് വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കാറ്റ് എതിലൂടെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാട് ചുരവും ആര്യങ്കാവ് ചുരവും വഴിയാണ് കേരളത്തിലേക്ക് കയറുന്നത്. ഓക്കെ, അപ്പോൾ ഈ പേജ് നമുക്ക് ഒന്നുകൂടെ മൊത്തത്തിൽ നോക്കാം. കേരളത്തിലെ ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന പ്രദേശമാണ് ചിന്നാർ, അത് ഇടുക്കിയിലാണ്. ഈ ചിന്നാർ അറിയപ്പെടുന്നത് കേരളത്തിൻ്റെ മഴനിഴൽ പ്രദേശം എന്നാണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്ന ലക്കിടിയാണ്. ഏറെ മഴ ലഭിക്കുന്ന പ്രകൃതി സൗന്ദര്യമുള്ള പ്രദേശമാണിത്. ഏറ്റവും ചൂട് കൂടിയ ജില്ല, കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ ജില്ലയാണ് പാലക്കാട്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ പ്രദേശം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലെ പുനലൂരാണ്. പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ് പാലക്കാട് ചുരത്തിൻ്റെ പ്രത്യേകത? ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന ചുരങ്ങളിൽ ഒന്നാണ് പാലക്കാട് ചുരം. പിന്നെ നമ്മൾ പറഞ്ഞത് കേരളത്തിലേക്ക് വരണ്ട കാറ്റ് വരുമല്ലോ തമിഴ്നാട്ടിൽ നിന്നും. അത് തമിഴ്നാട്ടിൽ നിന്ന് എങ്ങനെയാണ് വരുന്നത്? പാലക്കാട് ചുരവും ആര്യങ്കാവ് ചുരവും വഴിയാണ് കേരളത്തിലേക്ക് ഈ വരണ്ട കാറ്റ് വരുന്നത്. ഓക്കെ, ഇനി പറയുന്നു കേരളത്തിലെ 4 പ്രധാന കാലാവസ്ഥകളെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, കേരളത്തിലെ പ്രധാന 4 കാലാവസ്ഥകൾ. ഓക്കെ, അതിലൊന്നാമത് തന്നെ പറയാം ശൈത്യകാലം. ശൈത്യകാലം കേരളത്തിൽ അനുഭവപ്പെടുന്നത് ഡിസംബർ ഫെബ്രുവരി മാസത്തിലാണ്. ഓക്കെ, ശൈത്യകാലം കേരളത്തിൽ അനുഭവപ്പെടുന്നത് ഡിസംബർ ഫെബ്രുവരി മാസത്തിലാണ്. അതുപോലെ തന്നെ വേനൽക്കാലം എപ്പോഴാണ്? വേനൽക്കാലം നമ്മളൊന്ന് ഓർത്താൽ മതി, നമ്മുടെ വെക്കേഷൻ ടൈം ഒന്ന് ഓർത്താൽ മതി. മാർച്ച് ആകുമ്പോൾ തന്നെ ചൂട് തുടങ്ങും. പിന്നെ ഏപ്രിൽ മെയ് വെക്കേഷൻ ആണല്ലോ. കാര്യം എന്താ? ചൂട് സമയത്തുണ്ടാകുന്ന കൂട്ടിയാൽ മതി. അപ്പം മാർച്ച് മെയ് ഈ മാസങ്ങളിലാണ് വേനൽക്കാലം ആരംഭിക്കുന്നത്. പിന്നെ പറയുന്നു ഇടവപ്പാതി അഥവാ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ.
ജൂൺ തുടങ്ങുമ്പോൾ തന്നെ മഴയാണ്. ഓക്കെ, അപ്പം ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ഓക്കെ, ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത്. പിന്നെ പറയുന്നത് തുലാവർഷം അഥവാ വടക്ക് കിഴക്കൻ മൺസൂൺ. ഓക്കെ, തുലാവർഷം, ഈ തുലാവർഷവും കാലവർഷവും തമ്മിൽ മാറിപ്പോകരുത്. കാലവർഷം തന്നെയാണ് ഇടവപ്പാതി അഥവാ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. തുലാവർഷം എന്ന് പറയുമ്പോഴത്തേക്കും വടക്ക് കിഴക്കൻ മൺസൂണാണ്. അത് ഒക്ടോബർ നവംബർ മാസങ്ങളാണ്. ഓക്കെ, ഒക്ടോബർ നവംബർ മാസം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, കേരളത്തിലെ 4 കാലാവസ്ഥകളാണ്. ഒന്നാമത്തത് ശൈത്യകാലം. ഓക്കെ, ഡിസംബർ ആകുമ്പോൾ തന്നെ നമുക്കൊരു തണുപ്പ് തുടങ്ങും, ക്രിസ്മസിൻ്റെ ഒക്കെ അല്ലേ. പിന്നെ ന്യൂ ഇയർ സമയത്തും തണുപ്പാണ്, ജനുവരി, അങ്ങനെ ഫെബ്രുവരി വരെയൊക്കെ ഒരു തണുപ്പ് ഫീൽ ചെയ്യും. പിന്നെ വേനൽക്കാലം എപ്പോഴാണ്? മാർച്ച് മുതൽ മെയ് വരെ. ഇടവപ്പാതി എന്ന് പറയുമ്പോഴത്തേക്കും അഥവാ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ എന്ന് പറഞ്ഞാൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. പിന്നെ നമ്മൾ പറഞ്ഞു തുലാവർഷം അഥവാ വടക്ക് കിഴക്കൻ മൺസൂൺ, അത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടോബർ നവംബർ മാസങ്ങളാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് എന്തായാലും പഠിച്ചിരിക്കേണ്ടതാണ്. ഇനി പറയുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലഘട്ടം ഏതാണ്? ഇടവപ്പാതിയാണ്. ഓക്കെ, ഇടവപ്പാതി അഥവാ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അഥവാ കാലവർഷം എന്നൊക്കെ അറിയപ്പെടും. ഓക്കെ, അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലഘട്ടമാണ് ഇടവപ്പാതി. ഇടവപ്പാതി അഥവാ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അഥവാ കാലവർഷം എന്നറിയപ്പെടും. ഈ കാലയളവിൽ ഏത് കാലയളവിൽ ഇടവപ്പാതി അഥവാ കാലവർഷം അഥവാ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലയളവിൽ കേരളത്തിൽ ശരാശരി 200 സെൻറ്റിമീറ്റർ മഴ ലഭിക്കുന്നു. ഓക്കെ, കേരളത്തിൽ ശരാശരി 200 സെൻറ്റിമീറ്റർ മഴ ലഭിക്കുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ നമ്മൾ പറഞ്ഞു ഒരു വർഷത്തിൽ കേരളത്തിൽ ലഭിക്കുന്ന മഴ എത്രയാണെന്ന് പറഞ്ഞാൽ ഏകദേശം 300 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലഘട്ടം അഥവാ ഇടവപ്പാതിയിൽ. ഓക്കെ, അഥവാ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ കേരളത്തിൽ എത്രത്തോളം മഴ ലഭിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എത്രയാണ്? അത് 200 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ശരാശരി 200 സെൻറ്റിമീറ്റർ മഴയാണ് ഇവിടെ ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പേജ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു കേരളത്തിലെ 4 പ്രധാന കാലാവസ്ഥകൾ ഏതൊക്കെയാണ്? ഒന്ന് ശൈത്യകാലം. ശൈത്യകാലം എപ്പോൾ തൊട്ട് എപ്പം വരെയാണ്? ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു വേനൽക്കാലം, അതെപ്പം മുതൽ എപ്പം വരെയാണ്? മാർച്ച് മുതൽ മെയ് വരെ. പിന്നെ നമ്മൾ പറഞ്ഞു ഇടവപ്പാതി അഥവാ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അഥവാ കാലവർഷം എന്നൊക്കെ അറിയപ്പെടുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. ഓക്കെ, ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ്? തുലാവർഷം അഥവാ വടക്ക് കിഴക്കൻ മൺസൂൺ. ഇത് ഒക്ടോബർ നവംബർ മാസങ്ങളാണ്. ഓക്കെ, ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് തുലാവർഷം അഥവാ വടക്ക് കിഴക്കൻ മൺസൂൺ നടക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലഘട്ടം ഇടവപ്പാതിയാന്ന് പറഞ്ഞു അഥവാ കാലവർഷം അഥവാ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ എന്നൊക്കെ പറഞ്ഞു. ഈ കാലയളവിൽ കേരളത്തിൽ ശരാശരി 200 സെൻറ്റിമീറ്റർ മഴ ലഭിക്കുന്നു. ഓക്കെ, 200 സെൻറ്റിമീറ്റർ ആണ് മഴ ലഭിക്കുന്നത്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത്. നമ്മൾ പറഞ്ഞല്ലോ തുലാവർഷക്കാലം അഥവാ വടക്ക് കിഴക്കൻ മൺസൂൺ ഒക്ടോബർ നവംബർ മാസത്തിലാണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഈ കാലയളവിൽ കേരളത്തിൽ ലഭിക്കുന്ന മഴ എത്രയാണ്? 50 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, 50 സെൻറ്റിമീറ്റർ. ഓക്കെ, ഏത് കാലയളവിൽ? ഒക്ടോബർ നവംബർ മാസത്തിലുള്ള വടക്ക് കിഴക്കൻ മൺസൂൺ അഥവാ തുലാവർഷ കാലയളവിൽ കേരളത്തിൽ ലഭിക്കുന്ന മഴ ഏകദേശം ശരാശരി 50 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, 50 സെൻറ്റിമീറ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ഏതാണ്? ഒക്ടോബർ നവംബർ മാസം അഥവാ വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ അഥവാ തുലാവർഷത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിലെ ഇടിയോട് കൂടിയ ശക്തമായ മഴയാണ്. ഓക്കെ, എന്താണ്? വൈകുന്നേരങ്ങളിലെ ഇടിയോട് കൂടിയ ശക്തമായ മഴയാണ് തുലാവർഷം അഥവാ വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇനി പറയുന്നു കേരളത്തിൽ ഇടിമിന്നലിനും മേഘസ്ഫോടനത്തിനും കാരണമാകുന്ന മേഘങ്ങൾ ഏതൊക്കെയാണ്? ക്യുമുലോനിംബസ് മേഘം. ഓക്കെ, ക്യുമുലോനിംബസ് മേഘമാണ് അഥവാ ക്യുമുലോനിംബസ് ക്ലൗഡ്സ്. ഓക്കെ, അപ്പം ഈ മേഘങ്ങളാണ് കേരളത്തിൽ ഇടിമിന്നലിനും മേഘസ്ഫോടനത്തിനും കാരണമാകുന്നത്. ഓക്കെ, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ മേഘസ്ഫോടനം. കാര്യം ആ സമയത്ത് നല്ല മഴയായിരിക്കും. അപ്പം കേരളത്തിൽ ഇടിമിന്നലിനും മേഘസ്ഫോടനത്തിനും കാരണമാകുന്ന മേഘങ്ങൾ ഏതൊക്കെയാണ്? ക്യുമുലോനിംബസ് മേഘമാണ് അഥവാ ക്യുമുലോനിംബസ് ക്ലൗഡ്സ്. ഓക്കെ, കനത്തതും പെട്ടെന്നുള്ളതുമായ മഴ, ഇടിമിന്നൽ, വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് ഇതാണ് പ്രധാന കാരണം. ഏത്? ക്യുമുലോനിംബസ് മേഘങ്ങൾ. ഓക്കെ, അപ്പോൾ ക്യുമുലോനിംബസ് മേഘങ്ങളാണ് കനത്തതും പെട്ടെന്നുള്ളതുമായ മഴ, അതുപോലെ തന്നെ ഇടിമിന്നൽ, വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് ക്യുമുലോനിംബസ് മേഘങ്ങളാണ് പ്രധാന കാരണം. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കേരളത്തിൽ മിക്കപ്പോഴും അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയാണിത്. ഓക്കെ, അപ്പം ഈ പേജ് ഞാൻ ഒന്നുകൂടെ ഒന്ന് വായിക്കാം. തുലാവർഷക്കാലം അഥവാ വടക്ക് കിഴക്കൻ മൺസൂൺ അത് ഒക്ടോബർ നവംബർ ആണെന്ന് നമ്മൾ പറഞ്ഞു, ആ മാസങ്ങളിലാണെന്ന് പറഞ്ഞു. ഈ സമയത്ത് കേരളത്തിൽ ലഭിക്കുന്ന ശരാശരി മഴ നമ്മൾ പറഞ്ഞു എത്രയാണ്? 50 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്തോ അഥവാ തുലാവർഷത്തിൻ്റെ പ്രത്യേകത എന്താണ്? വൈകുന്നേരങ്ങളിലെ ഇടിയോട് കൂടിയ മഴയാണ്. ഓക്കെ, വൈകുന്നേരങ്ങളിലെ ഇടിയോട് കൂടിയ ശക്തമായ മഴയാണ്.
കേരളത്തിൽ ഇടിമിന്നലിനും മേഘസ്ഫോടനത്തിനും കാരണമാകുന്ന മേഘങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? ക്യുമുലോനിംബസ് മേഘങ്ങൾ അഥവാ ക്യുമുലോനിംബസ് ക്ലൗഡ്സ് എന്നാണ്. കനത്തതും പെട്ടെന്നുള്ളതുമായ മഴ, അതുപോലെ തന്നെ ഇടിമിന്നൽ, വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് കാരണമാകുന്ന പ്രധാന മേഘമാണ് ക്യുമുലോനിംബസ് മേഘം. ഓക്കെ, ക്യുമുലോനിംബസ് മേഘം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയുകയാണ്, ഹിപ്പാലസിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, ഹിപ്പാലസ് ആരാണ്? ഹിപ്പാലസ് ആരാണ്? മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം. ഓക്കെ, മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമായി നിരീക്ഷിച്ച ഗ്രീക്ക് നാവികൻ. ഓക്കെ, ഏത് നാവികനാണ്? ഗ്രീക്ക് നാവികനാണ് ഹിപ്പാലസ്. അപ്പം ഹിപ്പാലസ് ആണ് മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമായി നിരീക്ഷിച്ചത്. ഈ ഹിപ്പാലസ് ഏത് നാവികനാണ്? ഏത് രാജ്യത്തിൻ്റെയാണ്? ഗ്രീക്കാണ്. ഓക്കെ, ഗ്രീക്ക് നാവികനാണ് ഹിപ്പാലസ്. അപ്പം അതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ കിട്ടി. ഒന്ന് ഗ്രീക്ക് നാവികനാണെന്ന് കിട്ടി, മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമായി നിരീക്ഷിച്ച ഗ്രീക്ക് നാവികനാണ് ഹിപ്പാലസ് എന്നും കിട്ടി. ഓക്കെ, അപ്പോൾ ആരാണ് ഹിപ്പാലസ്? മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമായി നിരീക്ഷിച്ച ഗ്രീക്ക് നാവികൻ. ഏത് നാവികനാണ്? ഗ്രീക്ക് നാവികനാണ് ഹിപ്പാലസ്, മറക്കരുത്. ഓക്കെ, അതുപോലെ തന്നെ ചെങ്കടലിലൂടെ കേരളത്തിലേക്കുള്ള എളുപ്പമാർഗം കണ്ടെത്തിയതും ഹിപ്പാലസ് ആണ്. ചെങ്കടൽ അഥവാ റെഡ് സീ. ഓക്കെ, അപ്പം ഏത് വഴിയിലൂടെയാണ് ഹിപ്പാലസ് കേരളത്തിലേക്കുള്ള എളുപ്പമാർഗം കണ്ടെത്തിയത്? ഏതാണ്? ചെങ്കടൽ. ഓക്കെ, ചെങ്കടലിലൂടെയാണ് കേരളത്തിലേക്കുള്ള എളുപ്പമാർഗം ആര് കണ്ടെത്തിയത്? ഹിപ്പാലസ്. അപ്പം ചെങ്കടലിലൂടെ കേരളത്തിലേക്കുള്ള എളുപ്പമാർഗം കണ്ടെത്തിയതും ഹിപ്പാലസ് ആണ്. അപ്പോൾ ഹിപ്പാലസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ കിട്ടും. ഒന്ന് ഗ്രീക്ക് നാവികനാണ്, ഹിപ്പാലസ് ആണ് മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമേ നിരീക്ഷിച്ചത്. അതുപോലെ തന്നെ കേരളത്തിലേക്കുള്ള എളുപ്പമാർഗം കണ്ടെത്തിയതും ഹിപ്പാലസ് ആണ്. ഏത് വഴി? ചെങ്കടലിലൂടെ. ഓക്കെ, ചെങ്കടലിലൂടെ. ഹിപ്പാലസ് എപ്പോഴാണ് കേരളത്തിലെത്തിയത്? ഹിപ്പാലസ് കേരളത്തിലേക്ക് എത്തിയത് എപ്പോഴാണ്? AD 45. ഓക്കെ, AD 45. ഓക്കെ, AD 45 ഹിപ്പാലസ് കേരളത്തിലെത്തിയത്. ഓക്കെ, അപ്പോൾ AD 45 ഹിപ്പാലസ് ആദ്യമായി കേരളത്തിലേക്ക് എത്തിയത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ഗതി ആദ്യമായി ഗതിമാറ്റം നിരീക്ഷിച്ചത് ഹിപ്പാലസ് എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് അതുകൊണ്ട് ഹിപ്പാലസ് കാറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് ഹിപ്പാലസ് കാറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് എന്താണെന്നാണ് അറിയപ്പെടുന്നത്? ഹിപ്പാലസ് കാറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പേജ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് വായിക്കാം. അപ്പോൾ ആരാണ് ഹിപ്പാലസ്? മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമായി നിരീക്ഷിച്ച ഗ്രീക്ക് നാവികനാണ് ഹിപ്പാലസ്. ഓക്കെ, മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമായി നിരീക്ഷിച്ച ഗ്രീക്ക് നാവികനാണ് ഹിപ്പാലസ്. ചെങ്കടലിലൂടെ കേരളത്തിലേക്കുള്ള എളുപ്പമാർഗം കണ്ടെത്തിയതും ഹിപ്പാലസ് തന്നെയാണ്. ഓക്കെ, AD 45 ഹിപ്പാലസ് ആദ്യമായി കേരളത്തിലേക്ക് എത്തിയപ്പോഴാണ് AD 45. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് അറിയപ്പെടുന്നത് ഹിപ്പാലസ് കാറ്റ് എന്നാണ്. ഓക്കെ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ അറിയപ്പെടുന്നത് ഹിപ്പാലസ് കാറ്റ് എന്നാണ്. ഇനി എല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കുക. നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് ക്വിക്കായിട്ട് ആദ്യം തൊട്ട് അവസാനം വരെ ഒന്ന് വായിക്കുന്നതായിരിക്കും. അപ്പോൾ കണ്ണടച്ചിരിക്കുക, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പം നിങ്ങളുടെ തലയിൽ എത്രത്തോളം ഇതുണ്ടെന്ന്, ഇന്ന് പഠിച്ചതുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടാകും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കുക. അപ്പോൾ പറയുന്നു, മൺസൂണിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത്? ഇന്ത്യയിൽ ആദ്യം മൺസൂൺ എത്തുന്നിടമാണ് കേരളം, അതുകൊണ്ടാണ്. ഓക്കെ, മൺസൂൺ എന്ന പദം ഉരുത്തിരിഞ്ഞത് ഏത് ഭാഷയിൽ നിന്നാണ്? അറബി ഭാഷയിൽ നിന്നാണ്. ഓക്കെ, അപ്പം ഈ അറബി ഭാഷയിലെ ഏത് വാക്കാണ് മൺസൂൺ എന്നറിയപ്പെടുന്നത്? അറബി ഭാഷയിലെ മൗസിം എന്ന വാക്കിൽ നിന്നാണ് മൺസൂൺ എന്നത് വന്നത്. ഓക്കെ, മൗസിം എന്ന വാക്കിൽ നിന്നാണ് മൺസൂൺ എന്നത് വന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു കേരളം ഉൾപ്പെടുന്ന കാലാവസ്ഥ മേഖല ഏതാന്ന് പറഞ്ഞു. ഏതാണ്? ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ്. ഓക്കെ, അഥവാ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് സോൺ. ഓക്കെ, അഥവാ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് സോൺ. പിന്നെ കേരളത്തിലെ ശരാശരി വാർഷിക മഴപാതം എത്രയാണ്? ഒരു വർഷം കേരളത്തിൽ ലഭിക്കുന്ന മഴ ശരാശരി എത്രയാണ്? ഏകദേശം 300 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, 300 സെൻറ്റിമീറ്റർ. മൺസൂണിന് മുമ്പുള്ള വേനൽ മഴ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞല്ലോ, എങ്ങനെയാണ്? മാംഗോ ഷവർ എന്നാണ്. എന്തുകൊണ്ടാണ്? വേനലിൽ കായ്ക്കുന്ന മാങ്ങകൾ ഇടിയോടെ വീഴുന്നതിനാലാണ് ഈ പേര് ലഭിച്ചത്. പിന്നെ നമ്മൾ പറഞ്ഞു കേരളത്തിലെ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം എവിടെയാണ്? നിലവിൽ തിരുവനന്തപുരത്താണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ഏതാണെന്ന് നമ്മൾ പറഞ്ഞു. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ഏതാണെന്ന് നമ്മൾ പറഞ്ഞു. ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ഏതാ? ജൂലൈ ആണ്. ഓക്കെ, ജൂലൈ മാസം. ഓക്കെ, കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസം ഏതാണ്? ജനുവരിയാണ്. ഓക്കെ, ജനുവരി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോട് ജില്ല. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല നമ്മൾ പറഞ്ഞു തിരുവനന്തപുരം ജില്ല. ഓക്കെ, പിന്നെ പറഞ്ഞ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണെന്ന് നമ്മൾ പറഞ്ഞു. ഏതാണ്? നേര്യമംഗലം, അത് എറണാകുളം ജില്ലയിലാണ്. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണെന്ന് നമ്മൾ പറഞ്ഞു. ഏതാണ്?
ചിന്നാർ ഇടുക്കിയിലാണ്. ഇത് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നെന്നും പറഞ്ഞു. എങ്ങനെയാണ്? കേരളത്തിൻ്റെ മഴനിഴൽ പ്രദേശം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്ന ഒരു പ്രദേശത്തെ പറ്റി നമ്മൾ പറഞ്ഞു. ഏതാണ്? ലക്കിടിയാണ്. ഏറെ മഴ ലഭിക്കുന്ന പ്രകൃതി സൗന്ദര്യമുള്ള ഒരു പ്രദേശമാണ് ഈ ലക്കിടി. ഓക്കെ. കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ ജില്ല നമുക്ക് എല്ലാവർക്കും അറിയാം, പാലക്കാടാണ്. ഏറ്റവും ചൂട് കൂടിയ പ്രദേശം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലുള്ള ഏതാണ്? പുനലൂരാണ്. പുനലൂർ. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞു ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന ചുരങ്ങളിൽ ഒന്ന് ഏതെന്ന് നമ്മൾ പറഞ്ഞു. ഏതാണ്? പാലക്കാട് ചുരമാണ്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ തമിഴ്നാട്ടിൽ നിന്നുള്ള വരണ്ട കാറ്റ് കേരളത്തിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ്? പാലക്കാട് ചുരവും ആര്യങ്കാവ് ചുരവും വഴിയാണ് കേരളത്തിലേക്ക് വരുന്നത്. പിന്നെ കേരളത്തിലെ 4 പ്രധാന കാലാവസ്ഥകൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ശൈത്യകാലം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ. പിന്നെ വേനൽക്കാലം പറഞ്ഞു, അതെങ്ങനെയാണ്? മാർച്ച് മുതൽ മെയ് വരെ. പിന്നെ നമ്മൾ ഇത് പറഞ്ഞു, ഏത്? ഇടവപ്പാതി പറഞ്ഞു, അഥവാ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, അത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. പിന്നെ നമ്മൾ തുലാവർഷം പറഞ്ഞു, അഥവാ വടക്ക് കിഴക്കൻ മൺസൂണിനെ പറ്റി പറഞ്ഞു, അത് ഒക്ടോബർ മുതൽ നവംബർ വരെ എന്ന് പറഞ്ഞു. പിന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലഘട്ടം ഏതാണ്? ഇടവപ്പാതിയാണ്, അഥവാ കാലവർഷം എന്ന് പറഞ്ഞു. ഈ കാലയളവിൽ കേരളത്തിൽ ശരാശരി ലഭിക്കുന്ന മഴ എത്ര സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 200 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു. 200 സെൻറ്റിമീറ്റർ. അതുപോലെ തന്നെ പിന്നെ നമ്മൾ പറഞ്ഞെന്താണ്? തുലാവർഷകാലം അഥവാ വടക്ക് കിഴക്കൻ മൺസൂൺ, അഥവാ ഒക്ടോബർ നവംബർ സമയത്ത് പെയ്യുന്നതാണ്. ഈ സമയത്ത് ശരാശരി എത്ര മഴ ലഭിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു? 50 സെൻറ്റിമീറ്റർ എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ തുലാവർഷത്തിൻ്റെ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. വൈകുന്നേരങ്ങളിൽ ഇടിയോട് കൂടിയ ശക്തമായ മഴയാണ്. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞു കേരളത്തിൽ ഇടിമിന്നലിനും മേഘസ്ഫോടനത്തിനും കാരണമാകുന്ന മേഘം ഏതാന്ന് പറഞ്ഞു. ഏതാണ്? ക്യുമുലോ നിംബസ് മേഘമാണ്. ഓക്കെ. ക്യുമുലോ നിംബസ് മേഘം അഥവാ ക്യുമുലോ നിംബസ് ക്ലൗഡ്. കനത്തതും പെട്ടെന്നുള്ളതുമായ മഴ, ഇടിമിന്നൽ, വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് ക്യുമുലോ നിംബസ് മേഘങ്ങളാണ് പ്രധാന കാരണം. ഓക്കെ. എന്തൊക്കെയാണ്? കനത്തതും പെട്ടെന്നുള്ളതുമായ മഴ, ഇടിമിന്നൽ, വെള്ളപ്പൊക്കം, ഇതിനൊക്കെ കാരണമായ മേഘമാണ് ക്യുമുലോ നിംബസ് മേഘം. പിന്നെ നമ്മൾ പറഞ്ഞു ആരാണ് ഹിപ്പാലസ് എന്ന് പറഞ്ഞു. ഓക്കെ. ആരാണ് ഹിപ്പാലസ് എന്ന് നമ്മൾ പറഞ്ഞു. ആരാണ്? മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമായി നിരീക്ഷിച്ച ഗ്രീക്ക് നാവികനാണ് ആര്? ഹിപ്പാലസ്. ഓക്കെ. മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമായി നിരീക്ഷിച്ച ഗ്രീക്ക് നാവികനാണ് ഹിപ്പാലസ്. അതുപോലെ തന്നെ ചെങ്കടലിലൂടെ കേരളത്തിലേക്കുള്ള എളുപ്പമാർഗം കണ്ടെത്തിയതും ആരാണ്? ഹിപ്പാലസ് ആണ്. ഓക്കെ. ഏത് കടലിലൂടെയാണ്? ചെങ്കടലിലൂടെ കേരളത്തിലേക്കുള്ള എളുപ്പമാർഗം കണ്ടെത്തിയതും ഹിപ്പാലസ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്? ഹിപ്പാലസ് ആദ്യമായി കേരളത്തിലേക്ക് എത്തിയ വർഷം ഏതാന്ന് പറയാം. എപ്പോഴാണ്? AD 45. ഓക്കെ. AD 45 എത്തിയത്. അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് അറിയപ്പെടുന്ന ഏത് പേരിലാന്ന് പറഞ്ഞാൽ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നമ്മൾ പറഞ്ഞു ഏതാണ്? ഹിപ്പാലസ് കാറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ. ഹിപ്പാലസ് കാറ്റ് എന്നാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ PSC സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. ഓക്കെ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.